സിസേറിയൻ ഡെലിവറി കഴിഞ്ഞവർക്കുണ്ടാകുന്ന ഒരു സംശയമാണ് ഈ ഒരു മുറിവ് പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് ക്ലീൻ ചെയ്ത് വെക്കേണ്ടത്, എങ്ങനെയാണിത് ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് സംശയവും പേടിയും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഹായ്, വെൽക്കം ടു നിയ ടോക്സ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. ചിലർക്കെങ്കിലും ജീവിതത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു സർജറി ആയിരിക്കും സിസേറിയൻ ഡെലിവറി. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ പേടിയും ടെൻഷനും ഒക്കെ ഉണ്ടായിരിക്കും. ജീവിതത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു സർജറി ആയതുകൊണ്ട് തന്നെ ഈ ഒരു സിസേറിയൻ്റെ ഭാഗത്തെ ആ മുറിവൊക്കെ തൊടാനായിട്ട് പലർക്കും പേടിയുണ്ടായിരിക്കും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ക്വിക്കായിട്ട് ഈ ഒരു സിസേറിയൻ്റെ ആ മുറിവിനെ ഉണക്കാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ അതൊരു ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. സിസേറിയൻ ചെയ്ത ആ ഒരു മുറിവ് വളരെ സ്മൂത്തായിട്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് നോക്കാം. സിസേറിയൻ ഡെലിവറിക്ക് ശേഷം നിങ്ങളോട് നിങ്ങളുടെ ഡോക്ടർ കുളിക്കാമെന്നൊക്കെ പറയുന്ന ആ ഒരു സിറ്റുവേഷൻ ആകുന്ന സമയത്ത് നിങ്ങൾ നല്ല രീതിയിൽ ആ ഒരു സ്റ്റിച്ചിൻ്റെ ഭാഗം നനയ്ക്കുക. അതായത് കുളിക്കുന്ന സമയത്തായാലും നല്ല രീതിയിൽ സോപ്പ് തേച്ചിട്ട് നല്ല രീതിയിൽ നല്ല വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കഴുകാവുന്നതാണ്. ഒരുപാട് ചൂടുള്ള വെള്ളം ഈ ഒരു സമയത്ത് ആ ഒരു മുറിവിൻ്റെ ഭാഗത്ത് കൊള്ളിക്കാനായിട്ട് പാടില്ല. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ വെള്ളം ഒഴിച്ച് ആ ഒരു സ്റ്റിച്ചിൻ്റെ ഭാഗം കഴുകിയതിന് ശേഷം നല്ല ഡ്രൈ ആയിട്ടുള്ള ടവൽ കൊണ്ട് അവിടെ ഒട്ടും വെള്ളം നിൽക്കാതെ ആ ഒരു ഈർപ്പമെല്ലാം തുടച്ചെടുക്കുക. ഒട്ടും തന്നെ മുറിവിൻ്റെ ഭാഗത്ത് വെള്ളം നിൽക്കാനായിട്ട് പാടില്ല. അങ്ങനെയാണെങ്കിൽ സ്റ്റിച്ച് പഴുക്കാനൊരു കാരണമാകും. നെക്സ്റ്റ്, നോർമൽ പാൻറ്റീസ് ധരിക്കുന്നതിൽ നിന്നും മാറിയിട്ട് സിസേറിയൻ പാൻറ്റി എന്ന് പറഞ്ഞ് പ്രത്യേകം വരുന്നുണ്ട്. അപ്പോൾ സി സെക്ഷൻ ഡെലിവറി കഴിഞ്ഞവർ അങ്ങനെയുള്ള പാൻറ്റീസ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. സീംലെസ് എന്ന് പറഞ്ഞിട്ടൊക്കെ പാൻറ്റീസ് വരുന്നുണ്ട്. അതെന്താണ്, ഇറിറ്റേഷനും ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഭാഗത്തുണ്ടാകുന്ന റബ്ബിങ്ങും കാരണം ഈ ഒരു സിസേറിയൻ്റെ മുറിവിനെ ഹാർഡാക്കാതെ അത് നമുക്ക് ആ ഒരു യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഒരു സ്റ്റിച്ച് ഉണങ്ങാനായിട്ട് ഇത്തരത്തിലുള്ള പാൻറ്റീസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ നോർമൽ പാൻറ്റീസ് നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റിച്ചിൻ്റെ ഭാഗത്ത് ആ ഒരു ഇലാസ്റ്റിക് കയറി പിടിച്ചിട്ട് നല്ല രീതിയിൽ പെയിൻ ഉണ്ടാകും, ചെറിയ രീതിയിൽ ബ്ലഡ് പൊടിയാനും തുടങ്ങും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സീംലെസ് ആയിട്ടുള്ള പാൻറ്റീസ് ധരിക്കുന്നത് നല്ലതാണ്. ആമസോണിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻ്റ് ആയിട്ടും കൊടുത്തേക്കാം. അപ്പോൾ അത്തരത്തിലുള്ള പാൻറ്റീസ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാകുന്ന പെയിനും അതുപോലെ തന്നെ സ്വെല്ലിങ്ങും ഒക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ അബ്ഡോമിനൽ മസിൽസിന് നല്ല സപ്പോർട്ട് നൽകുന്നുണ്ട് ഇത്തരത്തിലുള്ള പാൻറ്റീസ്. സിസേറിയൻ ഡെലിവറിക്കാർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം തന്നെ നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു സി സെക്ഷൻ പാൻറ്റീസ് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഒട്ടും തന്നെ നമ്മുടെ ആ ഒരു സ്റ്റിച്ചിൻ്റെ ഭാഗത്തൊരു പ്രഷറോ ഇച്ചിങ്ങോ ഒന്നും തന്നെ ഉണ്ടാക്കുന്നില്ല. അത്തരത്തിൽ നമ്മൾ നോർമൽ പാൻറ്റീസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും, സ്റ്റിച്ചിൻ്റെ ഭാഗത്ത് ചൊറിച്ചിലുണ്ടാകും. അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് തടിക്കാനും അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാകാനും സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇത്തരത്തിലുള്ള പാൻറ്റീസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള പാൻറ്റീസ് യൂസ് ചെയ്യുന്നത് വഴി പെട്ടെന്ന് തന്നെ ഈ ഒരു സ്റ്റിച്ച് റിക്കവർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ നല്ല വയറൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ സ്റ്റിച്ചിൻ്റെ ഭാഗത്തേക്ക് ഒരു വയർ അമർന്നിട്ട് അങ്ങനെയും നമുക്ക് പെയിൻ ഉണ്ടാകും. അപ്പോൾ ഇത്തരത്തിലുള്ള പാൻറ്റീസ് യൂസ് ചെയ്യുന്നത് വഴി അത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഒഴിവാകാനായിട്ട് സഹായിക്കുന്നുണ്ട്. സിസേറിയൻ ഡെലിവറി കാത്തിരിക്കുന്നവരാണെങ്കിൽ ഈ ഒരു പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാകില്ല. പക്ഷേ സി സെക്ഷൻ ഡെലിവറിക്ക് ശേഷം നോർമൽ പാൻറ്റീസ് യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കാര്യം എടുത്തു പറഞ്ഞത്. മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. എത്രത്തോളം ശരീരം ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുന്നു അത്രയും വേഗത്തിൽ മുറിവ് ഉണങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നാലാമതായിട്ട് ഡയറ്റിലാണ് ശ്രദ്ധിക്കേണ്ടത്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ആകുന്ന രീതിയിൽ നല്ല രീതിയിൽ ഫുഡ് നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രമിക്കണം. പ്രത്യേകിച്ച് വൈറ്റമിൻ സി അടങ്ങിയ ഫ്രൂട്ട്സുകൾ കഴിക്കുക. ലെമൺ, ഓറഞ്ച് അങ്ങനെയുള്ളതൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ ധാരാളമായിട്ട് ഉൾപ്പെടുത്തുക. മെയിനായിട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കണം. ഈ സമയത്ത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ധാരാളം കഴിക്കണം. ഇത് ഇമ്മ്യൂണിറ്റി പ്രോസസ്സ് ബൂസ്റ്റ് ചെയ്യാനും ഹീലിംഗ് പ്രോസസ്സ് നല്ല രീതിയിൽ നടക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു സമയത്ത് സിസേറിയൻ ഡെലിവറി കഴിഞ്ഞവർ നല്ല രീതിയിൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിക്കണമെന്ന് പറയുന്നത്. അതുപോലെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് നിങ്ങൾക്ക് തൈറോയിഡോ ഷുഗറോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കൺട്രോളിലാണോ ഉള്ളതെന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഡയറ്റിലും നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ടത്, ഡെലിവറി കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഒരിടത്ത് തന്നെ ഇരിക്കാനായിട്ട് പാടില്ല. വീടിനകത്ത് കൂടെയെങ്കിലും ചെറുതായിട്ട് നടക്കുക. ഇതും നമ്മുടെ ആ ഒരു സ്റ്റിച്ച് ഉണങ്ങാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്ന സമയത്ത് മാത്രം ഇരിക്കുക, അല്ലാത്ത സമയം നിങ്ങൾ കുറച്ചൊക്കെ നടക്കുകയും കിടക്കുകയും വേണം. ഇത് ശ്രദ്ധിക്കുന്നത് വഴി ഹെൽത്തി ആയിട്ട് നിങ്ങളുടെ ആ ഒരു മുറിവ് ഉണങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഈ ഒരു കാര്യം കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ സിസേറിയൻ്റെ ആ ഒരു മുറിവ് വേഗത്തിൽ ഉണങ്ങാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു.
ഇതിൽ കൃത്യമായിട്ട് നിങ്ങൾ മറക്കാതെ ചെയ്യേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളുടെ ആ ഒരു മുറിവിൻ്റെ ഭാഗത്ത് അഴുക്കടിയാതെ നോക്കണം. അത് നമ്മൾ നല്ല രീതിയിൽ ക്ലീനാക്കി വെക്കുകയും ഡ്രൈ ആയിട്ടുള്ള ടവൽ കൊണ്ട് തുടച്ച് ഉണക്കി വെക്കുകയും വേണം. അഴുക്ക് കൂടുതലായിട്ട് ആ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും. അതുപോലെ തന്നെ ഡയറ്റിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ കൃത്യമായിട്ട് കുറച്ച് സമയം നടക്കുകയും നല്ല രീതിയിൽ വെള്ളം കുടിക്കുകയും വേണം. ഇതെല്ലാം നിങ്ങളുടെ സിസേറിയൻ്റെ മുറിവ് ഹെൽത്തി ആയിട്ട് ഉണങ്ങാനും നിങ്ങൾ ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ട് ഇരിക്കാനും ഹെൽപ്പ് ചെയ്യുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് പുതിയ വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്